പ്രപഞ്ചത്തിൻ്റെ നിശബ്ദതയിൽ ധ്യാനനിരതയായി മനസ്സും ഹൃദയവും ആത്മാവും ദൈവികതയിലേക്ക് ചേർത്ത് വെച്ചപ്പോൾ ദൈവ ഐക്യത്തിൻ്റെ ദിവ്യാനുഭൂതിയാൽ തരളിതമായ പേത്രയുടെ ആത്മാവിൽ ദൈവം വർഷിച്ച ഉദാത്തമായ കൃപാവരദാനമാണ് ദീനേശ്വര പൂജ എന്ന അവളുടെ ധ്യാനസിദ്ധിയും കർമ്മസാധനയും. അതിനവൾ കണ്ടെത്തിയ പരിപൂർണതയുടെ പാതയാണ് ദീനദാസ്യം. ദൈവവുമായുള്ള അവളുടെ ഈ ധ്യാനനിർഭയമായ ആത്മബന്ധവും ദരിദ്രരോടുള്ള താതാത്മ്യപ്പെടലും പേത്രയെ കാലത്തിന് അതീതയാക്കി. പേത്രയുടെ ധ്യാനാത്മക സിദ്ധിയുടെയും ദീനദാസ്യമെന്ന കർമ്മസാധനയുടെയും ചിരകാല പ്രതിഷ്ഠയാണ് ദീനസേവന സഭ. ശുശ്രൂഷയിൽ നിന്നുദിച്ച് ദാരിദ്ര്യത്തിൽ വളർന്ന് സ്നേഹത്തിൽ ലയിച്ച അവളുടെ ജീവിത സാക്ഷ്യവും കർമ്മ വഴികളുമാണ് ദീനസേവന സഭയുടെ തനതായ സിദ്ധിയും ചൈതന്യവും. നിരന്തരം ദൈവത്തിൽ ചരിച്ച വ്യക്തിത്വം, ഇതാണ് പേത്രയുടെ ധ്യാനാത്മകത. നിശബ്ദതയിൽ ദൈവിക ചൈതന്യത്താൽ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെട്ടപ്പോൾ പേത്ര ദൈവകരങ്ങളിലെ കൃപ നിറഞ്ഞ ഉപകരണമായി തീർന്നു. കുരിശുമലയിൽ ദൈവത്തെ ദർശിച്ച, ദൈവസ്വരം ശ്രവിച്ച, ദൈവിക ചൈതന്യത്താൽ പ്രകാശിതയായ പേത്ര ക്രിസ്തുനാഥൻ്റെ താബോർ രൂപാന്തരീകരണത്തിൻ്റെ മറ്റൊരു പ്രതീകമായി. താബോറിൽ നിന്നും താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി ദരിദ്രർക്ക് സുവിശേഷവും ജീവന്റെ സമൃദ്ധിയുമേകാൻ പിതാവിനോടൊത്ത് നടന്നു നീങ്ങിയ യേശുവിനെ പോലെ പേത്ര കുരിശുമലയിൽ നിന്നും ചിറക്കലിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്കിറങ്ങി നിർധനർക്ക് പ്രത്യാശയുടെ നല്ല സുവിശേഷമാകുവാനും ജീവിത പ്രാരാബ്ധങ്ങളിൽപ്പെട്ട് ആശയും സ്വപ്നങ്ങളും വഴിയും നഷ്ടമായ അനേകർക്ക് പുതുജീവന്റെ സമൃദ്ധിയേകുവാൻ സ്വയം നഷ്ടപ്പെടുത്തലിൻ്റെ സുവിശേഷമായി മാറി. ഈ നഷ്ടപ്പെടുത്തലിലൂടെ അവൾക്ക് ജീവിതം തിരിച്ചു പിടിക്കുവാനുള്ള വഴി മദർ പേത്ര തുറന്നുകൊടുത്തു. പേത്രയിലെ ധ്യാനാത്മകതയുടെ ദൃശ്യഭാവമായിരുന്നു ലൗകികതയോടുള്ള അവളുടെ വിരക്തിയും ദൈവത്തോടുള്ള അവളുടെ ആസക്തിയും. ദാരിദ്ര്യത്തെ പൂർണ്ണ മനസ്സോടെ പുൽകിയ അവളുടെ ജീവിതം ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ച ദൈവത്തിൻ്റെ വിനീതദാസിയുടെ നിർമ്മലതയും ആശ്രയ മനോഭാവവും അടിയുറച്ച വിശ്വാസവും നിറഞ്ഞതായിരുന്നു. ദരിദ്രയായിരിക്കുന്നതിൽ അഭിമാനിച്ചിരുന്ന അവൾ ഒന്നും തനിക്കായി നേടിയില്ല, മറിച്ച് തന്നെയും തനിക്കുള്ളതും അപരനായി പകുത്തു നൽകി. നേടുന്നതിനേക്കാൾ നഷ്ടപ്പെടുത്തുന്നതിൽ അവൾ ആനന്ദം കണ്ടെത്തി. പേത്രയുടെ ധ്യാനാത്മകത അവളെ ക്രിസ്തുവിനോട് അനുരൂപിയാക്കി തീർത്തു. ക്രിസ്തുവിൻ്റെ ദാസ്യഭാവവും ശൂന്യവൽക്കരണത്തിൻ്റെ ചൈതന്യവും കുരിശിലെ രക്ഷാകര സഹനത്തിൻ്റെ മൂല്യവും ജീവിത സ്രോതസ്സായി സ്വീകരിച്ച പേത്ര സ്നേഹത്തിൻ്റെ പുതിയ പ്രമാണത്തെ തൻ്റെ കർമ്മജീവിതത്തിൻ്റെ ചാലകശക്തിയാക്കി മാറ്റി. അതായിരുന്നു ദരിദ്രർക്ക് സുവിശേഷമേകുവാനുള്ളതാണ് തൻ്റെ വിളി എന്ന തിരിച്ചറിവിലേക്ക് അവളെ നയിച്ചത്. ദൈവപരിപാലനയിലുള്ള വീരോചിതമായ വിശ്വാസവും ആശ്രയബോധവും കൈമുതലായിരുന്ന പേത്ര ദാരിദ്ര്യം, ലാളിത്യം, കഠിനാധ്വാനം, സേവനം എന്നീ ചതുർസ്തൂപങ്ങളിൽ ദീനസേവന സഭയെ പണിതുയർത്തി. പേത്രയുടെ ധ്യാനാത്മകത അവളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനമാണ്. തൻ്റെ മാനുഷിക മൂല്യങ്ങളെ ദൈവികതയാൽ ദീപ്തമാക്കിയ അവൾ വിശ്വസനീയതയും സുതാര്യതയും നിറഞ്ഞ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അത് അവളെ ജീവിതത്തിൽ ക്രിയാത്മകതയും ദീർഘവീക്ഷണവും പ്രവാചകാത്മകതയും നിറഞ്ഞ കർമ്മയോഗിയും ക്രിസ്തുശിഷ്യയുമാക്കി മാറ്റി. ശുശ്രൂഷയുടെ അധികമാരും നടന്നിട്ടില്ലാത്ത വഴികൾ തേടിയിറങ്ങുവാൻ പേത്രയെ പ്രാപ്തിയാക്കിയത് അവളിലെ ഈ ധ്യാനാത്മക ദർശനം തന്നെയായിരുന്നു. എൻ്റെ വിളി ദരിദ്രയാകുവാനാണ്. എൻ്റെ അഭിമാനം ദരിദ്ര ശുശ്രൂഷയാണ്. എൻ്റെ സ്നേഹിതർ പാവപ്പെട്ടവരാണ്. എൻ്റെ സമ്പാദ്യം ദൈവപരിപാലനയിലെ ആശ്രയത്വമാണ് എന്ന തൻ്റെ വാക്കുകൾ ജീവിതം കൊണ്ട് അവൾ അന്വർത്ഥമാക്കി. ദൈവികമായ നിശബ്ദതയും ഏകാന്തതയും ജീവിതശൈലിയാക്കി മാറ്റിയപ്പോൾ ജീവിതം മറ്റുള്ളവർക്കായി നൽകുവാനുള്ള ശേഷിയും സിദ്ധിയും കൃപയും ധൈര്യവും അവൾക്ക് സ്വന്തമായി. പ്രാർത്ഥനയിൽ ഉന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെട്ട ഹൃദയവും ശുശ്രൂഷയിൽ താഴ്വാരങ്ങളിലേക്ക് നീട്ടപ്പെട്ട കരങ്ങളും പേത്രയുടെ ധ്യാനാത്മകതയുടെ പ്രത്യേകതയാണ്. അതാണ് യഥാർത്ഥത്തിൽ പേത്രയെ ദൈവത്തിൻ്റെ പ്രിയഭാജനവും പാവപ്പെട്ടവൻ്റെ കൂട്ടുകാരിയുമാക്കി തീർത്തത്. ധ്യാനത്തിൽ കൂമ്പിയ മിഴികൾക്ക് മുമ്പിൽ തെളിയുന്ന ദൈവത്തെ മിഴി തുറക്കുമ്പോൾ അരികിൽ കാണുന്ന അപരനിൽ ദർശിക്കുക. മുറിവേറ്റ സഹചരിൽ മുൾമുടി അണിഞ്ഞ ക്രിസ്തുവിൻ്റെ തിരുമുഖം കാണുവാനും ശുശ്രൂഷിക്കുവാനും ആവശ്യമായ ദൈവിക കൃപയും ആത്മദർശനവും
അതാണ് മദർ പേത്രയുടെ ദീനേശ്വര പൂജ എന്ന ധ്യാന സിദ്ധിയുടെ കർമ്മ സാധനയുടെയും ഉൾപ്പൊരുൾ. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനം.